ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. വ്ളോഗാണെങ്കിലും ഇതിൽ കുക്കിംഗ് ആണ് കേട്ടോ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്ന് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ആ മന്തി കഴിക്കണമെന്ന്, എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് മന്തി ആക്കാമെന്ന് വിചാരിച്ചേട്ടാ. സിമ്പിളായിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മന്തി മസാല, പിന്നെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ 1 ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലെന്ന് പറയാം കേട്ടോ. അത് കുറച്ച് വലിയ കയ്യിൽ പോലത്തെ ഒരു സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അങ്ങനെ അത് വെച്ചതിന് ശേഷം റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഊറ്റിയെടുത്തതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളം ചൂടായി വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇതിന് കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. വെള്ളം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഫൈസ് ഇതേ നെല്ലിക്ക കൊണ്ടുവന്നിട്ട് അതങ്ങനെ തിന്ന് ആസ്വദിക്കണേ കേട്ടോ. അതിൻ്റെ ഇടയിൽ അരി വന്നിട്ട് അത് സമയമുണ്ടല്ലോ. അപ്പം ഞാൻ ഫൈസിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം മിച്ചിൻ്റെ അവിടെ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആൾ. അപ്പം ഞാനതങ്ങോട്ട് കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ചിക്കൻ അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ചിക്കന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അങ്ങോട്ട് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം അല്ല, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൈസ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുക്കണേ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി വെച്ചൊന്ന് സ്മോക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കല്ലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റൈസൊക്കെ ഇട്ടിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ഒരു 5-6 പച്ചമുളക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. മുളകിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റൈസിൻ്റെ ഇടയ്ക്കൊരു കളർ ഉണ്ടാവില്ലേ, ഒരു യെല്ലോ കളർ, അതിന് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മഞ്ഞളിൻ്റെ ഒരു കുത്തലുണ്ടാവുകയെ. എന്നിട്ട് പിന്നെ ചിക്കനൊക്കെ അതിൻ്റെ മേളിലൊക്കെ അങ്ങോട്ട് തിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചിക്കൻ്റെ ബാക്കി വന്ന ഒരു ഓയിലും ഇതൊക്കെ കൂടിയ മിക്സ് ആയിട്ടുള്ളത് ഞാൻ അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസിലൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിക്കുവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാർക്കോൾ വെച്ചിട്ട് 2-3 ഡ്രോപ്സ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇനി ഇത് 2 മിനിറ്റ് നേരം അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട്. എന്നിട്ട് പിന്നെ 2 മിനിറ്റ് അതിന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മന്തി സെറ്റായിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഒന്ന് മാറ്റി റൈസ് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ മാറ്റിയിട്ട് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ചിക്കനിലെ ഒരു ഗ്രേവി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ചിക്കൻ വേവിച്ച് ആ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലായിടത്തും തന്നെ ആയിക്കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.